പൗരത്വ ഭേദഗതിക്കെതിരെ കേരളത്തിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കുന്നതിനെതിരെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയുമായ എം.ടി. രമേശ് രംഗത്ത്. കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ശബരിമല പ്രക്ഷോഭ സമയത്തെടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ഭക്തരോട് കോൺഗ്രസും ഇടതുപക്ഷവും നീതി കാണിക്കുന്നില്ല. കലാപം നടത്തിയവർക്കെതിരെ കേസ് പിൻവലിക്കണമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ലെന്നും എം.ടി. രമേശ് കൂട്ടിച്ചേർത്തു. നിയമ ഭേദഗതിക്കെതിരായി 2019 കേരളത്തിൽ നടന്ന സമരത്തെ തുടർന്ന് എടുത്തിട്ടുള്ള കേസുകളെല്ലാം പിൻവലിക്കണം എന്ന് മത്സരബുദ്ധിയോടുകൂടി ആവശ്യപ്പെടുകയാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതൃത്വം. അങ്ങനെ ആവശ്യപ്പെടുന്നവർ ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകും. കോഴിക്കോട് UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ M.K. രാഘവൻ ശബരിമല പ്രക്ഷോഭ സമയത്ത് എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ? ശബരിമല കോടതി വിധികൾ വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ബോധപൂർവം ശബരിമല സന്നിധാനത്തിന്റെ ആചാരം തകർക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ 10,000-കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ റോട്ടിലിറങ്ങി നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. ആ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ടാണ് ഈ കോഴിക്കോട് അടക്കം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 1000-ലേറെ പേർക്കെതിരായിട്ട് ഇപ്പോഴും കേസുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടാണ് കേസുള്ളത്. അവരെല്ലാവരും ഇപ്പോൾ കോടതി വരാന്തകൾ കയറിയിറങ്ങുകയാണ്.